സുഹൃത്തുക്കളെ, ഇന്ന് വൈകിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മർക്കസ് നോളേജ് സിറ്റിയിലേക്ക് വരാമെന്ന് കരുതി. അപ്പോൾ നോളേജ് സിറ്റിയുടെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. മാഷേ, പിന്നെ എന്താണ് നോളേജ് സിറ്റി പറയാനുള്ളത്? നോളേജ് സിറ്റിന്റെ എല്ലാ ഇതും ഇപ്പോൾ ചാലു ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ എത്ര വീഡിയോ ചെയ്താണ്. എന്നാലും എന്താ അറിയാം, നമ്മുടെ നാട്ടിലെ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യൂ, വൈകുന്നേരം നമ്മൾക്കൊന്ന് വന്ന് ഒരു ഈവനിങ് വാക്ക് സമയത്ത് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. അതെ, ഒരു ഈവനിങ് വാക്ക്. അപ്പോ പിന്നെ എന്ത് തോന്നുന്നു ഇവിടെ വന്നപ്പോ? നല്ല അനുഭവം തന്നെയാണ്. ബസ്സിലാണോ വരുന്നത്? അല്ലല്ല, ഞാൻ 3-4 തവണ വന്നിട്ടുണ്ട്. ഇനിയും വരാനുള്ളൊരു തോന്നല്, ഫാമിലി ആയിട്ട് വരണം അല്ലേ? ഫാമിലി ആയിട്ടൊക്കെ വരാനുള്ളൊരു ആഗ്രഹം ഇനിയും വരികയാണ്. ഓക്കെ. ഗംഭീര വ്യൂ ആട്ടോ. ഇവിടെ സമ്മർ ഫെസ്റ്റിവൽ ഉണ്ട്. ആരംഭിച്ചിട്ടില്ല. അതെ, അതിന്റെ പണിപ്പുരയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഏതോ ഗൾഫ് നാട്ടിലെത്തിയത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതാ, കാരക്കമരത്തിന്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ മർക്കസ് യുനാനി ഹോസ്പിറ്റൽ, ഇതാ ആ ഭാഗത്തായിട്ട് യുനാനി മെഡിക്കൽ കോളേജ് നമ്മുടെ നോളേജ് സിറ്റിയിലാണുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, എത്രയോ തവണ ഇവിടെ സന്ദർശിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഈവനിങ് വാക്കിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മൾ സുഹൃത്തുക്കൾ ഒന്നിച്ച് വന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പോൾ തികച്ചും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള, പ്രകൃതിക്ക് യാതൊരു കോട്ടവും തട്ടാതെ നിലനിർത്തിയിട്ടുള്ള നല്ല ഒരു ഭൂപ്രകൃതി വിഭാഗം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പച്ചപ്പ്, അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിമനോഹരമായ പള്ളിയാണ്. മാഷേ, ഇത് കംപ്ലീറ്റ് നടന്ന് കണ്ടോ? വയനാടിന്റെ മടിത്തട്ടില് ഇത്രയും സുന്ദരമായ ഒരു പള്ളിയും, അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ പല അമ്പരചുംബികളായ കെട്ടിടങ്ങളും, AP ഉസ്താദിന്റെ കെയർ ഓഫില്, ഹക്കീം ഉസ്താദിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയത് വളരെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് ആ കാട് മൂടിക്കിടന്ന ഒരു ആളും തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രദേശം, യാതൊരു കോട്ടവും സംഭവിക്കാത്ത രീതിയിലാണല്ലോ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതെ, അതായത് പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ഇത് നല്ല ബന്ധം തന്നെ പുലർത്താം. കാരണം ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ആ കാണുന്ന ഭാഗം, വയനാട് ചുരത്തിന്റെ ഭാഗത്തല്ലേ? അപ്പൊ നമ്മള് ആ ചുരത്തിന്റെ മുകളിൽ നോക്കുന്നതിനുള്ള കാഴ്ച ഉണ്ടല്ലോ ഇല്ലേ? കാണുന്നുണ്ട്. അപ്പൊ ആ വ്യൂ പോയിന്റ് അല്ല, ഇന്ന് കോട മൂടിയത് കൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അതായത് 4-ാം വളവ് എന്നൊക്കെ ഉള്ള ഒരു വ്യൂ ഉണ്ട്. അതൊന്നും ഇവിടെ ഇപ്പോ ശരിക്കും കാണുന്നില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നോളേജ് വിസിറ്റ്, അപ്പോൾ നിങ്ങളൊക്കെ സമയമുള്ളപ്പോൾ വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ പോകുന്നു. ഒരേ സമയം വിജ്ഞാനം, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാകാത്ത രീതിയിൽ വളരെ ഭംഗിയായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കേന്ദ്രം. അതേപോലെ അതിമനോഹരമായിട്ടുള്ള പള്ളി, യുനാനി മെഡിക്കൽ കോളേജ് അല്ലേ മാഷെ? യുനാനി മെഡിക്കൽ കോളേജ്, ചികിത്സാ സംവിധാനങ്ങൾ, ഹോട്ടലുകൾ, പാർപ്പിട സൗകര്യം, അങ്ങനെ എല്ലാം ഉള്ള ഒരു സമുച്ചയമാണ് നമ്മുടെ ഹക്കീം ഉസ്താദിന്റെയും അതുപോലെ തന്നെ എഫ് ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ കേന്ദ്രം മർക്കസ് നോളേജ്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, വീണ്ടും കാണാം. ജയ് ഹിന്ദ്. ഇവിടെ അക്യൂ പ്രഷർ തെറാപ്പി. മാഷേ, നിങ്ങൾ ഒരു തെറാപ്പിക്ക് വിധേയനായി നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? തെറാപ്പി മോശമല്ല, അതായത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്ന് വൈബ്രേഷൻ നടത്തി, വയറിനായാലും തലക്കായാലും കാലിന് നമുക്ക് ഇതിന്റെ ആളോട് തന്നെ ചോദിച്ചോ. സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. നമുക്കിത് ബ്ലഡ് സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിതിൽ ഈ ഒരു മെഷീനാണ്. ഈ മെഷീൻ വെച്ചിട്ട് നമുക്ക് ഹോൾ ബോഡിയിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ ഓരോന്നും ഓരോ എഫക്റ്റ് ആണ്. നമുക്ക് ഫുൾ ബോഡി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെന്റ് ഉപയോഗിക്കാം. അതുപോലെ ഉള്ളം കയ്യിൽ ഉള്ളം കാലിൽ നമ്മുടെ അക്യുപ്രഷർ പോയിന്റ്സ് വരുന്നുണ്ട്. നമ്മുടെ അക്യുപ്രഷർ പോയിന്റ്സ് വരെ നേവ് സെന്റിങ് ആണ്, കൈയുടെ വെള്ളയിലും കാലിൻ്റെ അടിയിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളം കയ്യിൽ ഉള്ളം കാലിലും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജോയിന്റ്സിന്റെ ഭാഗത്ത് ഉപയോഗിക്കുന്ന, ഹെഡിന് ഉപയോഗിക്കുന്ന, ഫേസിന് ഉപയോഗിക്കുന്ന, അങ്ങനെ 7ഓളം അറ്റാച്ച്മെന്റോട് കൂടിയുള്ള ഒരു മെഷീനാണ്. അപ്പോൾ ഇതിന് ഡെമോൺസ്ട്രേഷൻ ഇവിടുന്ന് കാണിച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ബുക്ക് ചെയ്ത് പോയാൽ ഞങ്ങൾ ഹോം ഡെലിവറി തരുന്നുണ്ട് വീട്ടിൽ. അതതിന്റെ ബ്രാൻഡിന്റെ പേരാണ്. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ തന്നത് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം, സ്വന്തമായിട്ട് തന്നെ ഉപയോഗിക്കാം. ഒരാളുടെ സഹായം ഇല്ലാത്തതിന് ഇതുപോലെ ഇപ്പോൾ പുറത്ത് വേദന, നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ പെയിൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. അതിൽ 7 എണ്ണം വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അക്യൂപ്രഷർ ആണ്. അത് ഉള്ളം കയ്യിൽ ഉള്ളം കാലിലും ചെയ്ത് കൊടുക്കാൻ. അത് തരിപ്പ് മരയിപ്പൊക്കെ ഉള്ളവർക്ക്, വാദസംബന്ധമായ അസുഖമുള്ളവർക്ക്, ഇതിൽ കാണിച്ചിരിക്കുന്ന ഇതിനൊക്കെ നമുക്ക് മരുന്നായിട്ടല്ല, ഇതിനൊക്കെ ഒരു പ്രതിവിധിയാണ്, സർക്കുലേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. തരിപ്പ് മരയിപ്പ് ഷുഗർ പ്രഷറൊക്കെ ഉള്ളവരുടെ ഡോക്ടേഴ്സ് തന്നെ ചെരുപ്പിടാതെ നടക്കാൻ വേണ്ടി പറയും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കാലിന്റെ അടിയിലൊക്കെ ചെയ്ത് കൊടുത്താൽ ആ ഒരു എഫക്ട് കിട്ടും. പിന്നെ പണ്ടത്തെ ആളുകളൊക്കെ ചെരുപ്പിടാതെ നടന്നല്ലോ, ആ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തരിപ്പൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ല. ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ എക്സസൈസും ചെയ്യാൻ കഴിയാത്തവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കാലിന്റെ അടിയിൽ കൈയുടെ വെള്ളയിലൊക്കെ കൊടുക്കണം. ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ 3 വർഷത്തോളമായിട്ടുള്ള ഷോപ്പാണ്. അപ്പൊ ഇതെല്ലാരും വാങ്ങുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങുന്നുണ്ട്. എന്റെ പേര് പ്രമോദ് എന്നാണ്. ഞാൻ പാലക്കാടുള്ള ആളാണ്. ഞാൻ ഇതിന്റെ സ്റ്റാഫാണ് ഇവിടുത്തെ. നാളെ ഞാനിപ്പോ ഇവിടെ 3 വർഷമായിട്ടുള്ള ഇവിടെ എല്ലാരും നല്ല സഹകരണമാണ്. എല്ലാരും നല്ല ഉപയോഗിച്ച് എല്ലാരും സാറ്റിസ്ഫൈഡ് ആണ്. വാങ്ങിച്ചവർക്ക് നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു പ്രോഡക്റ്റാണ്.